المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بأبها. بسم الله الحمد لله والصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ശരീരത്തിൻ്റെ ഏതാനും ചില അവയവങ്ങൾ കഴുകലാണ് വുദു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ രൂപത്തെക്കുറിച്ച് ഈ ഒരു സാഹചര്യത്തിൽ വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വുദുവിലായിരിക്കുക എന്നുള്ളത് ഏറ്റവും വളരെയേറെ ശ്രേഷ്ഠമായ കാര്യമാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ഹദീസുകൾ അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ, ഒരു മുഅ്മിൻ വുദുവിലായിരിക്കുമ്പോൾ അവൻ്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി മായ്ച്ചു കളഞ്ഞുകൊണ്ടിരിക്കും എന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ് നമുക്ക് കാണാം. മൻ തവല്ലഅ ഫഅഹ്സനൽ വുദു ഖറജത് ഖതായാഹു മിൻ ജസദി. ഒരു മനുഷ്യൻ നന്നായി വുദു ചെയ്തു, ആ വുദു കാരണമായിട്ട് അവൻ്റെ ശരീരത്തെ തൊട്ടുള്ള മുഴുവൻ പാപങ്ങളും അവനിൽ നിന്ന് പുറത്തു പോകും. ഹത്താ തഖ്റുജ മിൻ തഹ്തി അദ്ഫാരിഹി. അവൻ്റെ നഖത്തിൻ്റെ അഗ്രത്ത് വരെയുള്ള പാപങ്ങൾ അവന് പുറത്തു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ സഹോദരങ്ങളെ, നാം എപ്പോഴും വുദുവിലായിരിക്കുക എന്നുള്ളത് എത്ര ശ്രേഷ്ഠമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഇത് പഠിപ്പിച്ചത്. മാത്രമല്ല, തൻ്റെ ഉമ്മത്തിനെ ഈ അടയാളത്തിലായിരിക്കും, വുദുവിൻ്റെ അടയാളത്തിലായിരിക്കും നാളെ തിരിച്ചറിയപ്പെടുക എന്നും നമുക്കവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമ ഗുർറം മുഹജ്ജലീന മിൻ ആഥാരിൽ വുദു ഫമൻ ഇസ്തതാഅ മിൻകും അൻ യുതീല ഗുർറതഹു ഫൽയഫ്അൽ. വല്ലവനും വുദുവിലായിരിക്കുന്ന സാഹചര്യത്തിൽ നാളെ പരലോകത്ത് വെച്ച് എൻ്റെ ഉമ്മത്തിനെ തിരിച്ചറിയപ്പെടുന്നത് വുദുവിൻ്റെ അടയാളത്തോടു കൂടിയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ആ അടയാളത്തെ നീട്ടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അപ്രകാരം പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ വുദുവെടുക്കുന്ന സമയത്തൊക്കെ ഹൃദയ സാന്നിധ്യത്തോടുകൂടി 2 റക്അത്ത് നമസ്കരിക്കുകയാണ് എങ്കിൽ അവന് സ്വർഗം നിർബന്ധമാവുകയും ചെയ്തു എന്നും അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ അഹദിൻ യതവല്ലഉ ഫയുഹ്സിനുൽ വുദൂഅ വയുസല്ലി റക്അതൈൻ യുഖ്ബിലു ബിഖൽബിഹി വവജ്ഹിഹി അലൈഹിമാ ഇല്ലാ വജബത് ലഹുൽ ജന്ന. ഒരു മനുഷ്യൻ നന്നായി വുദു എടുത്തു, അവന് പ്രതിഫലം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഹൃദയ സാന്നിധ്യത്തോടുകൂടി 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗം നിർബന്ധമായി എന്നവിടുന്ന് പഠിപ്പിച്ചു തരുകയാണ്. ഇങ്ങനെ ധാരാളം വുദുവിൻ്റെ ശ്രേഷ്ഠതകൾ വ്യത്യസ്തമായ രൂപത്തിലുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊക്കെ അറിയാവുന്നൊരു വിഷയം തന്നെയാണ്. ആരെങ്കിലും വുദു എടുത്ത് കഴിഞ്ഞാൽ ഇപ്രകാരം പ്രാർത്ഥിക്കുകയുമാണ് എങ്കിൽ, നമ്മളൊക്കെ പഠിച്ച പ്രാർത്ഥനയാണ്, അതൊന്നുകൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു പ്രാർത്ഥന ഞാൻ പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നാരെങ്കിലും വുദു എടുത്തതിന് ശേഷം നന്നായി വുദു എടുത്ത് ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി തമാനിയ യദ്ഖുലു മിൻ അയ്യിഹാ ശാ. സ്വർഗത്തിന് 8 കവാടങ്ങളാണുള്ളത്. ആ ഏത് കവാടത്തിലൂടെയും അവന് പ്രവേശനത്തിന് സാധ്യമാകും
ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ മുഴുവൻ സമയങ്ങളിലും വുളു ഉള്ളവരായി മാറാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വുളു മുറിയുമ്പോഴൊക്കെ അത് പുതുക്കാൻ നാം ശ്രദ്ധിക്കുക. നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും നാളെ വുളുവിൻ്റെ അടയാളത്തോടുകൂടി പരലോകത്ത് നമ്മെ തിരിച്ചറിയപ്പെടാനും മാത്രമല്ല സ്വർഗം നിർബന്ധമാവാനും സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഏതിലൂടെ പ്രവേശിക്കാനുമൊക്കെ വുളു കാരണമാകുന്നുവെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അത് നാം പ്രാവർത്തികമാക്കുക. റബ്ബുൽ ആലമീൻ നമുക്കതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. دعاة للهدى دنيا ودينا على منهاج خير المرسلين وبالحسنى نشق سبيل رشد إلى جنات رب العالمين.